Hello everyone, welcome to our new session. Today we are going to learn about nucleic acid metabolism. So in that the two topics, that is biosynthesis of purine and catabolism of purine. So nucleotides in the introduction we already discuss ചെയ്തതാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് ന്യൂക്ലിയോടൈഡ്സ്, എന്താണ് ന്യൂക്ലിയിക് ആസിഡ്സ്, അതുപോലെ എന്തൊക്കെയാണ് വാട്ട് ഓൾ കമ്പൈൻ, അതായത് 3 കമ്പോണൻസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയിക് ആസിഡ്സ് ഉണ്ടാകുന്നത്, DNA, RNA, എവറിത്തിങ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അവർ ഫസ്റ്റ് ചാപ്റ്റർ. സോ എല്ലാവരും എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിലൂടെ കടന്നു പോകണം. സോ ഹിയർ ദ ബയോസിന്തസിസ് ഓഫ് ദി പ്യൂറിൻ. ഇതെന്താണ്, ഒരു പ്യൂറിൻ റിംഗ് ആണ്. So the N1 means എന്താണ്, aspartic acid എന്നാണ് derive ചെയ്യുന്നത്, and that is C2 and C8. They are obtained from formate, that is N-formyl THF, and here that is N3 and N7. They are obtained from glutamine, and next is this one. These are all obtained from glycine, and this is directly obtained from carbon dioxide. So this is the purine ring. Next is biosynthesis of the purine. So ഇവിടെ അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈബോസ് 5-ഫോസ്ഫേറ്റ് എന്നതാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ പ്യൂറിൻ ന്യൂക്ലിയോടൈഡ് സിന്തസിസ്. സോ ഈ എൻസൈം എന്ത് ചെയ്യുന്നു, ദേ ആർ റിയാക്ടിങ് വിത്ത് ATP, അതായത് ആ ടൈമിൽ AMP എന്ത് ചെയ്യുന്നു, ATP ആയി കൺവേർട്ട് ചെയ്യുന്നു, ആൻഡ് ദേ വിൽ ഫോം ദറ്റ് ഇസ് 5-phosphoribosine alpha pyrophosphate, that is PRPP. Then here this enzyme, that is PRPP, they will react with PRPP glutamine amidotransferase. At that time glutamine will transfers their amide nitrogen to PRPP, and നമുക്ക് phosphoribosine beta amine കിട്ടുന്നു. ദെൻ ഈ ഫോസ്ഫോറൈബോസിൽ അമൈൻ എന്ത് ചെയ്യുന്നു, ഗ്ലൈസിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ATP. ഇൻ ദ പ്രസൻസ് ഓഫ് ATP ഗ്ലൈസിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആൻഡ് ദേ വിൽ ഫോം ഗ്ലൈസിനമൈഡ് റൈബോ ന്യൂക്ലിയോടൈഡ്, ആൻഡ് ദിസ് ഈസ് helped by, that is catalyzed by synthase, that is GAR synthesis, that is GAR. GAR means glycamide ribonucleotide. Then this enzyme, that is glycamide ribonucleotide, എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോമിലൈസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആൻഡ് വിൽ ഗെറ്റ് ഫോമൈൽ ഗ്ലിസമൈഡ് റൈബോന്യൂക്ലിയോടൈഡ്, ദറ്റ് ഇസ് FGAR. At that time എന്ത് ചെയ്യുന്നു, ഇവിടെ ഫൊമാൽ, ദറ്റ് ഇസ് N-formyl THF എന്ത് ചെയ്യുന്നു, THF ആയി കൺവേർട്ട് ചെയ്യുന്നു, ആൻഡ് നെക്സ്റ്റ് വൺ ദറ്റ് ഇസ് ഫൊമാൽ ഗ്ലൈസമൈഡ് റൈബോന്യൂക്ലിയേറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് എന്ത് ചെയ്യുന്നു, സിന്തൈസുമായിട്ട് കാറ്റലൈസ് ചെയ്യും, ദറ്റ് ഇസ് FGAM. ദാറ്റ് മീൻസ് ഫൊമൈൽ ഗ്ലൈസിമൈഡ് റൈബോസിൻ 5-phosphate, and they'll react with, at that time glutamate എന്ത് ചെയ്യുന്നു, സെക്കൻഡ് അമിനോ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ആൻഡ് വിൽ ഗെറ്റ് ഫോമൈൽ ഗ്ലിസമൈഡ് ribonucleotide. So this is the enzyme, and next step that is catalyzed by synthase, that is AIR. Synthase ആയിട്ട് catalyze ചെയ്യുന്നു, you can see. At that time എന്ത് ചെയ്യുന്നു, ADP plus phosphate ആയി കൺവേർട്ട് ചെയ്യുന്നു, ആൻഡ് we will get 5-amino-imidazole 5-ribonucleotide. സോ ഇതാണ് AIR. സോ ദറ്റ് ഇസ് AIR synthase. ഇനി ഈ എൻസൈം എന്ത് ചെയ്യുന്നു, ദറ്റ് ഇസ് കാറ്റലൈസ്ഡ് ബൈ കാർബോക്സിലേസ് കാറ്റലൈസ് ചെയ്യുന്നു. സോ ഇവിടെ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു, ഒക്കറിയാണ് ചെയ്യുന്നത്. Actually it does not require
ATP. Then, and with this carboxylase, we'll get carboxyl amino imidazole ribonucleotide, that is GAIR. Then എന്ത് ചെയ്യുന്നു, ഈ എൻസൈം സിന്തൈസുമായിട്ട് റിയാക്ട് ചെയ്യും, ദാറ്റ് ഇസ് SAIGAR എന്ന് വെച്ചാൽ N-succinyl 5-amino imidazole 4-carboxylamide ribonucleotide. സോ സിന്തൈസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇവിടെ ATP എന്ത് ചെയ്യുന്നു, ADP ആയി കൺവേർട്ട് ചെയ്യുന്നു. സോ വിൽ ഗെറ്റ് SIACAR, ദാറ്റ് ഇസ് N-succinyl 5-amino imidazole 4-carboxylamide ribonucleotide. So again, ഈ എൻസൈം എന്ത് ചെയ്യുന്നു, ഇറ്റ് ഇസ് കാറ്റലൈസ്ഡ് ബൈ അഡിനോസിൻ സക്സിനേറ്റ് ലൈസേസ്. ഓൾസോ എന്ത് ചെയ്യും, ഫ്യൂമറേറ്റുമായിട്ടും റിയാക്ട് ചെയ്യും. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് കിട്ടുന്നു, ദറ്റ് ഇസ് AICAR, ദറ്റ് ഇസ് 5-amino imidazole 4-carboxylamide ribonucleotide. Then they will react with AICAR transformase. Transformase enzyme catalyze ചെയ്യുന്നു. And we'll get N-phenyl amino imidazole 4-carboxylamide ribonucleotide, that is FAICAR. Then എന്ത് ചെയ്യുന്നു, IMP സിന്തൈസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഈ എൻസൈം. ഇവിടെ എന്ത് ചെയ്യുന്നു, വാട്ടർ റിലീസ് ആവുന്നുണ്ട്. സോ ഫൈനലി നമുക്ക് IMP കിട്ടും, ദാറ്റ് ഇസ് ഇനോസിൻ മോണോഫോസ്ഫേറ്റ്. സോ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്, ഇനോസിൻ മോണോഫോസ്ഫേറ്റ് ആണ്. അതുപോലെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ റൈബോസ് 5-phosphate ആണ്. ആൻഡ് നെക്സ്റ്റ് IMP എന്താണ് ചെയ്യുന്നത്, AMPയും GMPയും എങ്ങനെയാണ് ആവുന്നത് എന്നാണ് ഈ ഒരു പാത്വേയിലൂടെ കാണിച്ചിരുന്നത്. സോ ആദ്യം എന്താണ് IMP, ദാറ്റ് ഇസ് ഇനോസിൻ മോണോഫോസ്ഫേറ്റ്. സോ ആദ്യം ഇതെന്ത് ചെയ്യുന്നു, ആസ്പെർട്ടേസിൻ്റെ ഹെൽപ്പിൽ GTP എന്ത് ചെയ്യുന്നു, GDP ആയി കൺവേർട്ട് ചെയ്യുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന എൻസൈം adenyl succinate synthase ആണ്. സോ വിൽ ഗെറ്റ് adenossuccinate and ഇതിൻ്റെ lysis, it is catalyzed by lysis, and with the help of fumarate we will get AMP. നെക്സ്റ്റ് വൺ, ഈ IMP എന്ത് ചെയ്യുന്നു, IMP ഡീഹൈഡ്രോജനേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം NADH ആയി മാറുന്നു. സോ വിൽ ഗെറ്റ് XMP. ദെൻ XMP എന്ത് ചെയ്യുന്നു, ഇറ്റ് ഇസ് catalyzed by GMP synthase. ഓൾസോ ATP എന്ത് ചെയ്യുന്നു, AMP ആയി കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ ഗ്ലൂട്ടമേറ്റ് ആയി കൺവേർട്ട് ചെയ്യുന്നു, വാട്ടർ റിലീസ് ആയി പോകുന്നു. ആൻഡ് വിൽ ഗെറ്റ് ഫോസ്ഫേറ്റ്. ആൻഡ് നമുക്ക് എന്ത് കിട്ടുന്നു, GMP. സോ IMP, AMPയും GMPയും ഫോം ചെയ്യുന്ന പാത്വേ ആണ് ഈ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, കാറ്റബോളിസം ഓഫ് പ്യൂറിൻ. സോ കാറ്റബോളിസം ഓഫ് പ്യൂറിനിൽ ആദ്യം എന്താണ്, AMP. സോ AMP ഇവിടെ AMP ഡീഅമിനേസുമായി റിയാക്ട് ചെയ്താൽ വിൽ ഗെറ്റ് IMP. ഓൾസോ ദിസ് AMP ന്യൂക്ലിയോടൈഡേസുമായി റിയാക്ട് ചെയ്താൽ വിൽ ഗെറ്റ് അഡെനോസിൻ. സോ ഇവിടെ വാട്ടർ എന്ത് ചെയ്യുന്നു, ഫോസ്ഫേറ്റായി കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് അഡെനോസിൻ എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നത് അഡെനോസിൻ ഡീഅമിനേസുമായി റിയാക്ട് ചെയ്ത് വിൽ ഗെറ്റ് ഇനോസിൻ. ദാറ്റ് ഇസ് അവിടെ വാട്ടർ എന്ത് ചെയ്യുന്നു, അമോണിയായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ദിസ് ഇസ് IMP. സോ ദിസ് IMP അഗെയിൻ റിയാക്ട് വിത്ത് ന്യൂക്ലിയോടൈഡേസ്. സോ സെയിം സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ വിൽ ഗെറ്റ് ഇനോസിൻ. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നു, റൈബോസ് 1-phosphate കൺവേർട്ട് ചെയ്യുന്നു. ഓൾസോ ഇറ്റ് ഇസ് കാറ്റലൈസ്ഡ് ബൈ PNP, ദാറ്റ് ഇസ് പ്യൂറിൻ ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ആൻഡ് വിൽ ഗെറ്റ് ഹൈപ്പോസാന്തൻ. ഓക്കെ, നെക്സ്റ്റ് വൺ XMP ആണ്. XMP എന്താണ്, എഗെയിൻ സെയിം സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ന്യൂക്ലിയോടൈഡേസ് റിയാക്ട് ചെയ്യുന്നു, വാട്ടർ ഫോസ്ഫേറ്റ് ആവുന്നു, അപ്പോൾ സാന്തോസ് സൈൻ കിട്ടും. സോ നെക്സ്റ്റ് എഗെയിൻ സെയിം സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നു, റൈബോസ് 1-phosphate ആയി കൺവേർട്ട് ചെയ്യുന്നു. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് PNP വിൽ ഗെറ്റ് സാന്തൻ. അതുപോലെ ഇവിടെ GMP എന്താണ്, സെയിം, അതായത് ന്യൂക്ലിയോടൈഡേസ് റിയാക്ട് ചെയ്യുന്നു, ഗ്വാനോസിൻ കിട്ടുന്നു. ആൻഡ് ഇറ്റ് വിൽ റിയാക്ട് വിത്ത് PNP വിൽ ഗെറ്റ് ഗ്വാനിൻ. സോ ഇത്രയും എന്താണ്, സ്റ്റെപ്സ് സിമിലർ ആണ്. സോ ഈ ഹൈപ്പോസാന്തൻ, അതായത് നമുക്ക് IMPയിലൂടെ കിട്ടിയ ദാറ്റ് ഇസ് ഹൈപ്പോസാന്തൻ, അതെന്ത് ചെയ്യും, സാന്തിൻ ഓക്സിഡൈസുമായി റിയാക്ട് ചെയ്തിട്ട് വിൽ ഗെറ്റ് സാന്തൻ. സോ അറ്റ് ദാറ്റ് ടൈം ഓക്സിജനും വാട്ടറും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടും. ആൻഡ് ദിസ് സാന്തിൻ എന്ത് ചെയ്യുന്നു, സാന്തിൻ ഓക്സിഡൈസുമായി റിയാക്ട് ചെയ്യുന്നു. അഗെയിൻ ദ സെയിം സ്റ്റെപ്പ്
അതായത് സെയിം സ്റ്റെപ്പ് ഇവിടെ സംഭവിക്കുന്നു. ആൻഡ് വിൽ ഗെറ്റ് യൂറിക് ആസിഡ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യൂറിക് ആസിഡ് എന്താണ് പ്യൂറിൻ സിന്തസിസിലൂടെ അല്ലെങ്കിൽ കാറ്റബോളിസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇവിടെ ഗ്വാനിൻ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഗ്വാനിൻ എന്ത് ചെയ്യുന്നു, ഗ്വാനിൻ ഡീഅമിനേസ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ എന്ത് ചെയ്യും, സാന്തിൻ കിട്ടും. സോ അവിടെ വാട്ടർ എന്ത് ചെയ്യുന്നു, അമോണിയയെ കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് സെയിം സ്റ്റെപ്പിൽ സാന്തിൻ ഓക്സിഡൈസ് റിയാക്ട് ചെയ്യുന്നു, വിൽ ഗെറ്റ് uric acid. So uric acid is 2,6,8-trioxypurin. It is a final excretory product of the purine metabolism in humans. പിന്നെ യൂറിക് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ബിക്കോസ് ദേ ഇറ്റ് സെൽഫ് കൺവേർട്ടഡ് ഇൻ ടു allantoin. And it is believed that antioxidant role of ascorbic acid primates ഇത് റീപ്ലേസ് ചെയ്തത് യൂറിക് ആസിഡാണ്. അതുകൊണ്ടാണ് ആനിമൽസിന് എന്താണ് ആസ്കോർബിക് ആസിഡ് സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ലോസ്റ്റ് ആയി പോയത് ഈ ഒരു റീസൺ കൊണ്ടാണ്. സോ മോസ്റ്റ് ആനിമൽസ് എന്ത് ചെയ്യുന്നു, ഈ യൂറിക് ആസിഡാണ് ഓക്സിഡൈസ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം ദാറ്റ് ഇസ് യൂറിക്കേസ്. യൂറിക്കേസ് ആണ് എന്ത് അലൈൻറ്റോയിനായി കൺവേർട്ട് ചെയ്യുന്നത്. സോ കൺവേർഷൻ്റെ ടൈമിൽ തന്നെ ഈ പ്യൂരിൻ റിംഗ് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. ആൻഡ് ഫൈനൽ ഈ അലൈൻറ്റോയിക് ആസിഡ് ഡീഗ്രേഡ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ടു അമോണിയ. യൂറിയ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അമോണിയയായി കൺവേർട്ട് ചെയ്യുന്നു.